ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവാതിര നക്ഷത്രം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും പണമാണോ വലുത് അതോ സ്നേഹമാണോ വലുത് എന്ന് ചോദിച്ചാൽ പണവും സ്നേഹവും പ്രധാനം തന്നെയാണ്. എന്നാൽ അത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുവാനായിട്ട് കഴിയുക? ആരുമായിട്ടുള്ള ഇടപാടുകളാണ് നമുക്ക് എപ്പോഴും ഗുണപരമായ ചില മാറ്റങ്ങളൊക്കെ നൽകുക എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പലപ്പോഴും പല ഇടങ്ങളിലും പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തൊഴിൽപരമായ ഇടങ്ങളിലാണെങ്കിലും ധനപരമായ ഇടങ്ങളിലാണെങ്കിലും വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ പണങ്ങളൊക്കെ കൊണ്ട് മുടക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊക്കെ ആകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചില രാശികൾക്കും ചില ഗ്രഹങ്ങൾക്കും നിങ്ങളുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തിരുവാതിര നക്ഷത്രം രാഹു ഭഗവാന്റെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ രാശി ബുധൻ ഭഗവാന്റെയും. അതുകൊണ്ട് തന്നെ ദുർഗാ ഭഗവതി, അതുപോലെ ഭദ്രകാളി, ശ്രീ മഹാവിഷ്ണു, യോഗീശ്വരൻ ഇങ്ങനെയുള്ള ഈശ്വരന്മാരെ വണങ്ങുന്നത് വളരെ ഏറെ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. കാരണം അവർക്ക് വേണ്ടുന്നുള്ള പ്രാർത്ഥനകളും അർച്ചനകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾ നൽകണമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഏത് ഒരു ഈശ്വരനെ പ്രാർത്ഥിച്ചാലും ശരി, അദ്ദേഹത്തിനും നൈവേദ്യം നൽകണം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ നാളികേരം മുടച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു നിവേദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നൽകേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും നമ്മൾ ആ ഒരു കാര്യം ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ മാസത്തിലൊക്കെ ഒരിക്കൽ പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ ദുർഗാ ഭഗവതിക്കാണെങ്കിൽ കടും പായസം പോലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ നൽകുന്നത് വളരെയേറെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അല്ലായെങ്കിൽ നമ്മൾ ഒരു വിവാഹത്തിനൊക്കെ ആൾക്കാരെ ക്ഷണിച്ചിട്ട് ഭക്ഷണം നൽകാതെ പറഞ്ഞു വിടുന്ന ആ ഒരു രീതിയാവും. അപ്പോൾ അത്രത്തോളം നല്ല രീതിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെയേറെ മോശം ചിന്താഗതി നമ്മളിലേക്ക് ഉണ്ടാകും. അത് തന്നെയാണ് ഈശ്വരനും നമ്മളിലേക്ക് എത്തിക്കുക. ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകളൊക്കെ തന്നെയും വൃശ്ചികം രാശി അല്ലെങ്കിൽ വൃശ്ചികം ലഗ്നത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ നടത്തുകയോ അല്ലെങ്കിൽ തൊഴിൽപരമായ രീതിയിൽ അവരുമായിട്ട് ഇടപെട്ടു പോവുകയോ ധനപരമായ രീതിയിൽ ഇടപെടുകയോ ഒക്കെ ചെയ്താൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വൃശ്ചികം രാശിക്കാരൊക്കെ വളരെയേറെ എഫർട്ടൊക്കെ കൊടുക്കുന്ന ചില ആൾക്കാർ തന്നെയാണ്. എന്തിലും നല്ല മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവൊക്കെയുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊപ്പം ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാരൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചാൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. കാരണം തോറ്റുപോകില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ആ രാശിക്കാർ നിങ്ങളെ കൈവിട്ട് കളയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൃശ്ചികം രാശി രാഹു ഭഗവാന്റെ ഉച്ച സ്ഥാനമാണ്. അതായത് രാഹു ഭഗവാൻ ഉച്ചസ്ഥായിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാശിയാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള പണം ഇടപാടുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെയേറെ മുന്നേറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. എങ്ങനെയെന്നാൽ നമ്മൾ ഒരു കാര്യത്തിന് അവിടെ എന്തെങ്കിലും കാശ് മുടക്കി കഴിഞ്ഞാൽ തിരിച്ച് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും പണം മുടക്കുവാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവുകയും വീണ്ടും നമുക്ക് അതിൽ നിന്ന് ലാഭങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. അതുപോലെ സ്ഥാപനങ്ങളിലായിരുന്നാലും ശരി, ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് രാശിയിൽപ്പെട്ട അല്ലെങ്കിൽ ലഗ്നത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ അവർക്കും നല്ല മുന്നേറ്റങ്ങളായിരിക്കും ഉണ്ടാകുക. ഇത് സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തുലാം രാശിക്കാരുമായിട്ടും നിങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ട് പോകാം എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഇടപെട്ട് പോകുമ്പോൾ, അതായത് തുലാം രാശിയിലുള്ള ആ ഒരു വ്യക്തികളുമായിട്ടൊക്കെ ഇടപെട്ട് പണം സംബന്ധപ്പെട്ട വിഷയങ്ങളായും തൊഴിൽപരമായിട്ടും ഇടപെട്ടൊക്കെ പോകുമ്പോൾ അവിടെയും നിങ്ങൾക്കുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ നല്ല ഒരു രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരു കല്യാണം എന്തെങ്കിലും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നുമൊക്കെ ഒരു സഹായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. ഈ കുടുംബത്തിനുള്ളിൽ വീട്ടിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നാൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഒരു സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നാണ്. അത് നമ്മളുടെ ഒരു ആവശ്യമായിട്ടുള്ള അവർ ചെയ്യുന്നത് അവരുടേതായ ഒരു കടമ ആയിട്ടായിരിക്കും അവർ ചെയ്യുക. ഇതെന്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണ് എന്നൊരു ചിന്താഗതി അവർക്കുണ്ടാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ തിരുവാതിരക്കാർക്കൊക്കെയും വളരെയേറെ ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്.
ഇതിനെയൊക്കെയാണ് അപ്രതീക്ഷിതമായ ഒരു ധനവരവ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം, അത് തന്നെയാണ് അപ്രതീക്ഷിതമായ ധനവരവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തിരുവാതിരക്കാർക്ക് ഈ വൃശ്ചികം ലഗ്നം അല്ലെങ്കിൽ രാശി, തുലാം ലഗ്നം അല്ലെങ്കിൽ രാശി ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ഇടപെടലൊക്കെ വളരെയേറെ നല്ല ഗുണപരമായ ഒരു ജീവിതത്തിനുള്ള മാർഗം തെളിയുമെന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ്. അതുപോലെ മിഥുനത്തിന്റെ ഒപ്പം നിൽക്കുന്ന രാശി തന്നെയാണ് കന്നിരാശി. അതായത് ബുധന്റെ ആധിപത്യമുള്ള ആ ഒരു വീട്, ആ ഒരു കന്നിരാശിയും നിങ്ങൾക്ക് വളരെയേറെ ഗുണപരമായ ഒരു രാശി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുമായിട്ട് ഇടപെടൽ ഒക്കെ നടത്തുമ്പോൾ ഗുണപരമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേർ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ തന്നെയാവും പലപ്പോഴും പറയുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്, എന്ന് ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് പറയുന്നതൊക്കെ ഇത്തരം രാശിക്കാരുമായിട്ടുള്ള ഇടപെടൽ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും അവരെ സഹായിക്കാനുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാവും അവരൊക്കെ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു കാര്യം നോക്കാനായിട്ടുള്ള കാരണം, പലരും ചാനലുകളിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ നന്നായിരിക്കുന്നു, ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങൾ, രാശികളുമായിട്ടുള്ള ബന്ധങ്ങളും ഈ തിരുവാതിരക്കാർക്ക് എങ്ങനെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ചിന്താഗതി, അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്കും അത് എത്തിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയാണ് എന്നിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് വരുന്നതും. അതുപോലെ ഈ നക്ഷത്രക്കാര് തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതുവഴി മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ കുംഭം രാശിക്കാരുമായിട്ട് തീർച്ചയായിട്ടും ഇടപെട്ട് മുന്നിലേക്ക് പോകാം. കാരണം അതിലൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം കുറവാണെങ്കിൽ തന്നെയും അവിടെ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുവഴി ഉയർന്ന നിലയിലേക്ക് നിങ്ങളുടെ സ്വന്തമായ കഴിവുകളും കൂടിയാകുമ്പോൾ നല്ല നിലയ്ക്ക് വലിയ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ നല്ല സമ്പത്തൊക്കെ ഉണ്ടാക്കുവാനുള്ള ഒരു മാർഗം അവിടെ നിന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുംഭം രാശിയിൽ നിന്നും അവരുടെ ആ ഒരു വ്യക്തിത്വ പ്രഭാവം നിങ്ങളിലേക്ക് ധനപരമായ രീതിയിലൊക്കെ അവർ സഹായം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു എഫർട്ട് നിങ്ങൾക്ക് നൽകുകയും അതിൻ്റെതായ സഹായ ഹസ്തങ്ങളൊക്കെയും അവർ നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള രാശിക്കാര് ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നത് തൊഴിൽപരമായ രീതിയിൽ അത്യുന്നതമായ ഒരു നിലയിലേക്കൊക്കെ എത്തിക്കും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരം രാശിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്ക് അത് ചെയ്തു തരാനുള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അല്ല പറ്റില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ വിലപ്പെട്ടതാണ്. എല്ലായിടത്തും വിജയം പ്രാപ്തമാക്കണമെന്നുള്ള ഒരു മനോഭാവം അവർ നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്ത് ഒരു നല്ല നിലയ്ക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുപോലെ കർക്കടകം രാശിയിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ പണമൊക്കെ ധാരാളിച്ച് കളയുന്ന സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല പേരെടുക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ, ഈ കർക്കടകം രാശിയുമായിട്ടുള്ള ഇടപെടൽ ഉള്ളപ്പോൾ ആ വ്യക്തികൾ നിങ്ങളോട് പറയും, അത് പാടുള്ളതല്ല, നീ അങ്ങനെ ചെയ്യരുത്, അത് ചെയ്താൽ നീ തന്നെ ആയിരിക്കും പെട്ടുപോവുക, ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ട് പണം നിക്ഷേപിക്കരുത്, അത് തെറ്റാണ്, ഇന്ന രീതിക്കുള്ള പണച്ചിലവുകൾ നീ ഒഴിവാക്കണം, നിനക്കായിട്ടുള്ളത് നീ ശേഖരിച്ച് അത് സൂക്ഷിച്ചു വെക്കാൻ നിന്റെ കടമയാണ് എന്നൊക്കെ ഈ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ പുറത്തു പോകുന്ന സമ്പത്തുകളെ തടഞ്ഞു നിർത്തി നമ്മളിലേക്ക് തന്നെ നിലനിർത്തുന്ന ഒരു കാര്യം അവർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ അതായ ആ ഒരു സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മളിലേക്ക് ഉണ്ടാവുകയും നാളെ എന്നൊരു സമയം നമുക്ക് ദുഃഖിക്കാൻ ഇടവരാത്ത ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കന്നി, തുലാം, വൃശ്ചികം, കുംഭം, കർക്കിടകം എന്നീ രാശിക്കാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് 100% വിജയം പ്രാപ്തമാക്കുന്ന രാശികളാണ്, ലഗ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിത്തരും. അപ്പോൾ അതിന് ഈ മറ്റുള്ള കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവർക്കുള്ള ആ പോസിറ്റീവ് മൈൻഡ്, അവരുടേതായ ഒരു ചിന്താഗതി, ഞാൻ എങ്ങനെയാണ് നന്നാവേണ്ടത് എന്നൊരു ചിന്താഗതി അവർക്കുള്ളത് കൊണ്ട് തന്നെ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊരു ചിന്താഗതി അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ്
ഇതൊക്കെ നിങ്ങൾക്കും അത് പാഠമായി മാറുകയും അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. കാരണം അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. എനിക്ക് വിജയിച്ചേ മതിയാവൂ, എത്ര കഷ്ടതകൾ വന്നാലും ഞാൻ അധ്വാനിക്കുകയും ഞാൻ വിജയിക്കുകയും ചെയ്യുമെന്ന ഒരു മനോഭാവം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്കും അതിൻ്റെതായ ഒരു എഫർട്ട് നിങ്ങൾക്ക് കിട്ടുകയും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് അടിക്കുകയും അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ, ഈ രാശിയിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ഇടപെടൽ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ഒരിക്കലും തന്നെ കണ്ണീരണിയാനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാനുള്ള വഴി ഉണ്ടാക്കുകയുമില്ല. നിങ്ങൾക്ക് വിജയമായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ വിവാഹം സംബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണെങ്കിൽ ശരി, അവർ നിങ്ങൾക്ക് നല്ല ഉപദേശം നൽകും. നമുക്ക് ആ ബന്ധം വേണ്ട, അത് ശരിയുള്ളതല്ല, എനിക്കറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയുന്ന സാഹചര്യം. ഒരു തൊഴിൽ ഇടമാണെങ്കിൽ ശരി, അവർ പറയും ആ സ്ഥാപനത്തില് മോശപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോകരുത്, അത് മോശമായ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കും, അപ്പോൾ അതുകൊണ്ട് പോകരുത് എന്ന് നമ്മളെ ഉപദേശിക്കും. മറ്റുള്ളതുപോലെ വാ പോകാം, നല്ല കാശ് കിട്ടില്ലേ എന്നൊക്കെ പറയുന്ന സ്വഭാവങ്ങളൊന്നും ഇവർക്ക് ഇല്ല. എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്താഗതി ഉള്ളവർ തന്നെയാണ്. അപ്പോൾ തിരുവാതിരയ്ക്ക് എന്തുകൊണ്ടും ഗുണപരമായ രാശികളും ലഗ്നങ്ങളും തന്നെയാണ് ഇത്. 100% നിങ്ങൾക്ക് വിജയമുണ്ടാകും. അപ്പോൾ ഇനിമേലിൽ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ, വസ്തു സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ ഇത്തരം രാശിക്കാരുമായിട്ടൊക്കെ ചേർന്ന് ഇടപാടുകളൊക്കെ നടത്തുക. തീർച്ചയായിട്ടും ശുഭകരമായ ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നൽകുവാൻ കഴിയുമോ അതൊക്കെ ഞാൻ നൽകും. കാരണം അതിനനുസരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഞാൻ നടത്തുകയും രാശികൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ കാര്യം മനസ്സിലാക്കി തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളുമായി വരുന്നതാണ്. ശുഭം.